ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാൻ മലയാളത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഷൈൻ നിഗം നായകനായി വന്ന ദൃഢം എന്ന ചിത്രം കണ്ടതിന് ശേഷം എനിക്ക് അതിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സ്പോയിലറായി പോകണ്ടെന്നുണ്ടെങ്കിൽ ഹോട്ട്സ്റ്റാറിലൂടെ ഇപ്പോൾ OTT റിലീസ് ചെയ്തിട്ടുള്ള ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാത്രം തുടർന്നുള്ള വീഡിയോ കാണാൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീട്ടിലേക്ക് വരാം. ഒന്ന്, ചിത്രത്തിന്റെ തുടക്കത്തിൽ വിജയ് എന്ന ക്യാരക്ടർ ആ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാറിലെ മാപ്പിലായി ഏകദേശം 2.5 മണിക്കൂർ കൂടി ആ പോലീസ് സ്റ്റേഷനിലേക്ക് യാത്ര ചെയ്യേണ്ടതുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ആ സമയം വിജയുടെ വാച്ചിലെ ടൈം 7:45 കാണാം. പിന്നീട് ഒരു 5 മിനിറ്റോ മറ്റോ വിജയ് ചായ കുടിക്കാൻ നിർത്തുന്നതായും അതിനുശേഷം യാത്ര തുടരുന്നതായും കാണാം. പിന്നീട് വിജയ് പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് അവിടുത്തെ ക്ലോക്കിലായി 10:20 ആയിട്ടുണ്ടെന്നും കാണാം. അതായത് വാച്ചിൽ കാണിച്ച 7:45 എന്ന ടൈമും 2.5 മണിക്കൂറോളം യാത്രയുണ്ടെന്നതും 5 മിനിറ്റോ മറ്റോ ചായ കുടിച്ചതും എല്ലാം വെച്ച് നോക്കുകയാണെങ്കിലും സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവിടെ 10:20 എന്ന് കൊടുത്തിരിക്കുന്ന ടൈം വളരെ പെർഫെക്റ്റ് ആണ് എന്ന് തന്നെ നമുക്ക് കാണാം. വേണമെങ്കിൽ ആ ക്ലോക്കിലെ ടൈമും വാച്ചിലെ ടൈമും എല്ലാം വെറും കോയിൻസിഡൻസ് മാത്രമാണ്, അവർ അത് മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് വേണമെങ്കിൽ കരുതാം. എന്നിരുന്നാലും ഇതിനു ശേഷം വരുന്ന പല സീനുകൾ ശ്രദ്ധിക്കുമ്പോഴും അത് അങ്ങനെയല്ല, അവർ ആ കാര്യങ്ങൾ മനഃപൂർവ്വം തന്നെ ചെയ്തതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇങ്ങനെ 10:20 ശേഷം വിജയ് ക്വാർട്ടേഴ്സിലേക്ക് പോവുകയും പിന്നീട് കുറച്ച് സമയങ്ങൾക്ക് ശേഷം വിജയ് SIയുടെ വേഷത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു വരികയും ഈ സമയം അവിടെ ചായ കൊടുത്തുകൊണ്ടിരുന്ന പയ്യൻ അവന്റെ കടയിലേക്ക് തിരിച്ചെത്തുമ്പോൾ ആ കടയിലെ ക്ലോക്കിലായി ഇപ്പോൾ സമയം 11:30 ആയിരിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. അതായത് വിജയ് പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് ഈ പയ്യൻ കടയിലേക്ക് വരുന്നത് വരെയുള്ള സീനുകൾക്കിടയിൽ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. ഇതിനുശേഷം വിജയും കൃഷ്ണനുമെല്ലാം DYSP ഓഫീസിലേക്ക് എത്തുന്ന സമയത്ത് അവിടെയും ടൈം കൃത്യമായി പാലിച്ചുകൊണ്ട് 12 മണിയാകാൻ പോകുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ സിനിമയിൽ ഉടനീളം ഈ ടൈമിന്റെ കാര്യത്തിൽ അതിന്റെ കണ്ടിന്യൂറ്റി കൃത്യമായി അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. പല സിനിമകളിലും വളരെ നിസ്സാരമാക്കി ഒഴിവാക്കി കളയുന്ന കാര്യമാണ് അവരുടെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുന്നത്. ഇങ്ങനെ DYSP ഓഫീസിലേക്ക് പോകുന്ന കാര്യം സംസാരിക്കുമ്പോൾ ജീപ്പിന്റെ ഹെഡ്ലൈറ്റ് പൊട്ടിയിരിക്കുകയായിരുന്നു, അത് വർക്ക്ഷോപ്പിൽ നിന്നും റെഡിയാക്കിയെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടെന്നെല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് ഇവരുടെ ഈ ജീപ്പ് DYSP ഓഫീസിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു ഹെഡ്ലൈറ്റ് പഴയതാണെന്നും മറ്റേ ഹെഡ്ലൈറ്റ് ഇവർ പറഞ്ഞതുപോലെ മാറി വെച്ചിരിക്കുന്ന പുതിയ ഹെഡ്ലൈറ്റ് ആണെന്ന് നമുക്ക് കാണാം. പിന്നീട് ഇവർ ഒരു ഹോട്ടലിൽ നിന്നും ഫുഡ് കഴിച്ചതിന് ശേഷം വിജയുടെ അമ്മ ഫോണിൽ വിളിക്കുന്നതായി കാണിക്കുന്നുണ്ട്. ആ സമയം വിജയുടെ അമ്മയെ കാണിക്കുന്നതിന് തൊട്ടു മുന്നേ ഒരു റോയൽ എൻഫീൽഡ് ബൈക്ക് ഇരിക്കുന്നതായും അത് കാണിച്ചതിന് ശേഷം അതിൽ നിന്നും വിജയുടെ അമ്മയിലേക്ക് ഫോക്കസ് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് വിജയ് ഉണ്ടായിരുന്ന ആ വീട്ടിൽ വിജയ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു ബൈക്ക് കാണിച്ചുകൊണ്ടാണ് ആ വീട്ടിലെ വിജയുടെ ശൂന്യതയെ സൂചിപ്പിക്കുന്നത് പോലെയാണ് വിജയ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ബൈക്ക് കാണിക്കുകയും അതിൽ നിന്നും അമ്മയിലേക്ക് ഫോക്കസ് പോവുകയും ചെയ്യുന്നത്. ആദ്യമെല്ലാം ആ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെല്ലാം വളരെ നല്ലവരാണ് എന്നാണ് കാണിക്കുന്നതെങ്കിലും സിനിമയുടെ അവസാനം എത്തുമ്പോൾ അതിൽ ഭൂരിഭാഗം പേരും മോശം ആൾക്കാരാണെന്ന് കാണിക്കുന്നുണ്ട്. അതിന്റെ ഒരു സൂചന എന്ന വണ്ണം ആ ഹോട്ടൽ സീനൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വിജയ് കാശ് കൊടുക്കാമെന്ന് പറയുമ്പോഴും കൃഷ്ണൻ കാശ് കൊടുക്കണ്ട എന്നും വിജയ് കാശ് നീട്ടുമ്പോഴും അവിടെയുള്ള ചേച്ചി മേടിക്കാനായി മടിക്കുന്നതായും കാണാം. അതായത് ഈ പോലീസുകാരെല്ലാം ഇതിനു മുൻപേ അവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ പൈസ ഒന്നും കൊടുത്തിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ ഈ പോലീസുകാരൊന്നും അത്ര നല്ലതല്ല എന്നും ഈ ഒരു സീനിലൂടെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതേപോലെ സിനിമയിൽ വരുന്ന ചില സീനുകളിലൂടെ ഒരേപോലെ വരുന്ന ചില പോലീസുകാരുടെ സ്വഭാവത്തിലെ വൈരുദ്ധ്യങ്ങൾ വ്യത്യാസവും വ്യക്തമാക്കുന്നുണ്ട്. ഉദാഹരണത്തിന് കഞ്ചാവ് കേസിൽ ഒരു പയ്യനെ അറസ്റ്റ് ചെയ്യാനായി വിജയ് ശ്രമിക്കുന്ന സമയത്ത് കൃഷ്ണനും ബാലനും ആ പയ്യനെ അറസ്റ്റ് ചെയ്യണ്ട എന്ന് പറയുന്നുണ്ട്. സിനിമയുടെ അവസാന ഭാഗം എത്തുമ്പോൾ ഇതിൽ കൃഷ്ണൻ എന്ന ക്യാരക്ടർ മോശം ആളാണെന്നും ബാലൻ നല്ലവനാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സീൻ ശ്രദ്ധിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ആ പയ്യന്റെ മേൽ കേസ് എടുക്കണ്ട എന്നാണ് പറയുന്നതെങ്കിലും അതിൽ കൃഷ്ണൻ കേസ് എടുത്താലും അവന്റെ ബന്ധുവിന് രാഷ്ട്രീയത്തിലെല്ലാം പിടിപാടുള്ളത് കൊണ്ട് അവൻ ഊരിപ്പോരും എന്നെല്ലാം പറയുമ്പോൾ അത്തരം നിയമവശങ്ങളെ പറ്റി പറയുമ്പോൾ ബാലൻ എന്ന ക്യാരക്ടർ അവന്റെ ഭാവി നഷ്ടപ്പെടും, നമ്മൾ കാരണം അവന്റെ ഭാവി കളയണോ, അവൻ എങ്ങനെയെങ്കിലും പുറത്തുപോയി രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടുകൊള്ളട്ടെ എന്നിങ്ങനെയുള്ള മാനുഷികമായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഈ ഒരു സീനിലൂടെ തന്നെ കൃഷ്ണന്റെയും ബാലന്റെയും സ്വഭാവത്തിലുള്ള വ്യത്യാസം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ പിന്നീട് ഒരു പെൺകുട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു കേസ് വരുന്ന സമയത്ത് അവിടെ ലേഡി കോൺസ്റ്റബിൾസ് ആയിട്ടുള്ള രമ്യയും വിദ്യയുമാണ് പോകുന്നത്. ആ സീനിൽ രമ്യ ആ പെൺകുട്ടിയെ ആശ്വസിപ്പിക്കാനും വന്നിരിക്കുന്ന കുറ്റവാളിയോട് സൗമ്യമായി പെരുമാറുകയും മറ്റും ചെയ്യുമ്പോൾ വിദ്യ കരാട്ടെയെല്ലാം പഠിച്ചതുകൊണ്ടും
സിനിമയുടെ അവസാന ഭാഗം എത്തുമ്പോൾ അവളും മോശമാണ്, വയലൻസ് എല്ലാമുള്ള ആളാണെന്ന് കാണിക്കുന്നത് കൊണ്ട് ഈ സീനിൽ അവൾ കുറച്ച് ദേഷ്യപ്പെട്ടെല്ലാം സംസാരിക്കുന്നതായിട്ടുമാണ് കാണിക്കുന്നത്. സോ ഇങ്ങനെ സിനിമയിൽ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്ന പല കേസുകളിലൂടെയും ഒരേപോലെയുള്ള കഥാപാത്രങ്ങളുടെ സ്വഭാവത്തിൽ വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ വെളിപ്പെടുത്താൻ സംവിധായകൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സിനിമയിലെ ആ പ്രധാന കൊലപാതക കേസുകളുടെ എല്ലാം അന്വേഷണം നടക്കുമ്പോഴും കൃഷ്ണൻ, സത്യൻ, ബിബീഷ്, ആനന്ദ്, വിദ്യ തുടങ്ങിയവർക്കെല്ലാം അതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ള രീതിയിലും പല സൂചനകളും സിനിമയുടെ തുടക്കത്തിൽ തന്നെ തരുന്നുണ്ട്. ഉദാഹരണത്തിന് ആദ്യ ബോഡി കിട്ടിയതിനു ശേഷം ആ സ്ഥലത്ത് എവിടെയെങ്കിലും അവനെ കൊന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയുധം കാണാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ആ സ്ഥലം ഒന്നുകൂടി നമുക്ക് അരിച്ചു പിറക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിജയ് അവിടെയുള്ള പോലീസുകാരുമായി പോകുന്ന സമയത്ത് അതിൽ കൃഷ്ണൻ, സത്യൻ തുടങ്ങിയിട്ടുള്ള പോലീസുകാർക്കെല്ലാം സത്യം അറിയാവുന്നതുകൊണ്ട്, അവിടെ അങ്ങനെ ഒരു ആയുധമൊന്നുമില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് അവരെല്ലാം തങ്ങൾ തിരച്ചിൽ നടത്തുന്നുണ്ടെന്ന് വിജയെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം ലാത്തി കൊണ്ട് ചെടികൾ തട്ടി നോക്കുന്നതായും ചുമ്മാ മാറി നിന്ന് നോക്കുന്നതായിട്ടുമെല്ലാമാണ് കാണിക്കുന്നത്. എന്നാൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടില്ലാത്ത ബാലൻ അവരിൽ നിന്നും വ്യത്യസ്തമായി ചെടികൾക്കിടയിലെല്ലാം നല്ല രീതിയിൽ നോക്കുന്നതായും അവിടെ നിന്ന് കിട്ടുന്ന ചെറിയ വസ്തുക്കൾ പോലും എടുത്ത് പരിശോധിക്കുന്നതായും കാണിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ പിന്നീട് ആ ഒരു മൂന്നാമത്തെ ബോഡി ആരോ കൊണ്ടുപോയിട്ടുണ്ട് എന്നൊരു മെസ്സേജ് കിട്ടുമ്പോൾ അവിടേക്ക് ചെല്ലുന്ന പോലീസുകാരിലും ഈ കൃഷ്ണനും സത്യനും അടക്കമുള്ളവരിൽ ആ ഒരു ബോഡി കണ്ടെത്തുന്നതിൽ അല്ലെങ്കിൽ ആ ഒരു കുറ്റവാളിയെ കണ്ടെത്തുന്നതിലുള്ള ക്യൂരിയോസിറ്റി നമ്മൾ കാണുന്നില്ല. പകരം ആ ക്രൈംസുമായി പങ്കില്ലാത്ത വിജയ്, ബാലൻ തുടങ്ങിയവരുടെ മുഖത്ത് മാത്രമേ ആ ഒരു കുറ്റവാളിയെ കണ്ടെത്താനുള്ള ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ആ ഒരു ക്യൂരിയോസിറ്റി നമ്മൾ കാണുന്നുള്ളൂ. കൂടാതെ ആദ്യത്തെ ബോഡി കിട്ടിയതിനു ശേഷം വിദ്യയും രമ്യയും എസ്ഐയുടെ മുറിയുടെ പുറത്തു നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ള പോലീസുകാർ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് വരികയും ആ സമയം ഈ ക്രൈംസിൽ പങ്കാളിയായിട്ടുള്ള വിദ്യ, ആനന്ദ് പുറത്തേക്ക് വരുമ്പോൾ അതുവരെ അങ്ങോട്ടേക്ക് നോട്ടം പോയിക്കൊണ്ടിരുന്ന വിദ്യ മുഖം താഴ്ത്തുന്നതായും പുറത്തേക്ക് വരുന്ന ആനന്ദും വിദ്യയെ ഇടം കണ്ടിട്ടുകൊണ്ട് നോക്കിക്കൊണ്ട് പോകുന്നതായും കാണാം. കൂടാതെ അതിനുശേഷം അവിടേക്ക് വരുന്ന ബിബീഷ് അത് മർഡറാണ് എന്ന് പറയുമ്പോഴും അങ്ങനെ പറയുന്നത് വിദ്യയോടല്ല, പകരം രമ്യയോടാണെന്ന് കാണാം. കാരണം വിദ്യയ്ക്കും ബിബീഷിനുമെല്ലാം ഓൾറെഡി തന്നെ അത് മർഡറാണെന്ന് അറിയാവുന്നത് കൊണ്ട് രമ്യയെ കൂടി ആ കാര്യം അറിയിക്കുന്നത് പോലെയാണ് അവിടെ കാണിച്ചത്. മറ്റൊന്ന്, ഈ കേസുകൾ നടക്കുന്നത് കുഴിനിലം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ സിനിമയുടെ ഇടയ്ക്ക് ഈ കേസുകളുമായി ബന്ധപ്പെട്ട വാർത്ത കാണിക്കുന്ന ചാനലിന്റെ പേരായി KN വിഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് കുഴിനിലം വിഷൻ എന്നതിന്റെ ചുരുക്കപ്പേര് പോലെ. കൃഷ്ണൻ, ആനന്ദ്, ബിബീഷ്, സത്യൻ ഈ 4 പേരുമാണ് ആ മർഡറുകളിൽ പങ്കാളികളായിട്ടുള്ളവർ. വിദ്യ അതിൽ ഡയറക്റ്റ് പങ്കാളിയായിട്ടേ ഇല്ല. എന്നിരുന്നാലും വിദ്യ അവരുടെ കൂടെ നിൽക്കുന്നതായും വിജയെ ഉപദ്രവിക്കാനും കൊല്ലാനും ശ്രമിക്കുന്നതായും സിനിമയുടെ അവസാന ഭാഗത്ത് കാണിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം ഒരുപക്ഷെ മർഡറുകളിൽ പങ്കാളിയായിട്ടില്ലെങ്കിലും അതിന്റെ ഇടയ്ക്ക് സംഭവിച്ചിട്ടുള്ള ആ ബാങ്ക് കൊള്ളയുടെ ഒരു വിഹിതം വിദ്യയ്ക്കും കിട്ടിയിട്ടുണ്ടാകാം. കാരണം ഇവരെല്ലാം തന്നെ അവസ്ഥയാണ് ഇവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചതെന്ന് പറയുന്നുണ്ട്. സോ ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ ഇങ്ങനെ ഒരു ബാങ്ക് കൊള്ള നടത്തുന്നത്. അതിന്റെ ഒരു പങ്ക് വിദ്യയും പറ്റിയിട്ടുണ്ടാകാം. തന്റെ കൂടെ നിൽക്കുന്ന ബിബീഷും ആനന്ദും ആ ക്രൈംസിൽ പങ്കാളികളാണ് എന്ന് മനസ്സിലാക്കുന്ന വിജയ് അവരെ പിടികൂടാനായി പോലീസ് സ്റ്റേഷനിലേക്ക് വരികയും ആ സമയം സത്യനും കൃഷ്ണനും തങ്ങൾക്കും ആ ക്രൈംസിൽ പങ്കുണ്ടെന്ന് വ്യക്തമാക്കുകയും കൂടാതെ ബോഡി കണ്ടെടുത്തിട്ടില്ലാത്ത കുമാർ എന്നയാൾ വിജയെ കൊന്നുവെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇവരെല്ലാം ചേർന്നുകൊണ്ട് വിജയെ കൊല്ലാൻ പോവുകയാണെന്ന് അവിടെ വെച്ച് പറയുന്നുണ്ട്. അതായത് ഓൾറെഡി തന്നെ വിജയെ ഇവർ കൊല്ലാൻ പോവുകയായിരുന്നു എന്ന് തീരുമാനിച്ചിരുന്നു. എന്നാൽ അന്ന് വിജയ് ആനന്ദിന്റെ ഭാര്യയെ പറ്റിയുള്ള വിവരങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് ബാലൻ മാത്രമായിരുന്നു ഇവരുടെ കൂടെ ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും ബാലന് ഇവരെ പറ്റിയുള്ള രഹസ്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് ഒരുപക്ഷെ ബാലൻ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ താനും വിജയും കൂടെ ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു സ്ത്രീയെ പറ്റി അന്വേഷിക്കാൻ പോയിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം കൃഷ്ണനോടും ആനന്ദിനോടും ബിബീഷിനോടും എല്ലാം പറയുകയും അതിലൂടെ വിജയ് എന്ന SI ഏത് നിമിഷവും തങ്ങളുടെ അടുത്തേക്ക് എത്താമെന്ന് ഇവർ കണക്ക് കൂട്ടുകയും അങ്ങനെ വരികയാണെങ്കിൽ വിജയെ കൊന്ന് അത് കുമാറിന്റെ തലയിലേക്ക് ഇടണമെന്ന് ഇവർ മുൻകൂറായി പ്ലാൻ ചെയ്തിരിക്കണം. ഇനി സിനിമയുടെ അവസാന ഭാഗത്ത് കാണിക്കുന്ന ആ മർഡറുകളെല്ലാം ഇവർ എങ്ങനെയാണ് പ്ലാൻ ചെയ്തത്, അതിന്റെ ക്രമം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അതായത് ആദ്യം അരുൾ എന്ന ആൾക്കെതിരെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ മയക്കുമരുന്ന് ബന്ധത്തിന്റെ പേരിൽ പരാതി കൊടുക്കുകയും അയാളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്ന സമയത്ത്
അയാൾ പോലീസുകാരുടെ മേത്ത് കൈവച്ചു എന്നതിന്റെ പേരിൽ ഈ 4 പേരും കൂടി ചേർന്ന് അയാളെ ക്രൂരമായി മർദ്ദിക്കുകയും അതിനിടയിൽ വെച്ച് അയാൾ മരണപ്പെടുകയും ചെയ്യുന്നു. സോ ഈ വിവരം പുറത്തറിഞ്ഞാൽ ലോക്കപ്പ് മർദ്ദനം എന്നുള്ള പേരിൽ ഇവരുടെ എല്ലാം ജോലി പോകും, ഇവരെല്ലാം ജയിലിലാകും എന്നുള്ളത് കൊണ്ട് ഇവർ അരുണിനെതിരെ പരാതി കൊടുത്തിട്ടുള്ള ബാക്കി 3 പേരെ വിളിപ്പിക്കുകയും ഇവരെല്ലാം ഓൾറെഡി തന്നെ തമിഴ്നാട്ടിൽ ഒരു ബാങ്ക് കൊള്ളയടിച്ച് നാട്ടിലേക്ക് വന്നിട്ടുള്ളവരാണ് എന്നതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഭീഷണിപ്പെടുത്തി ഇവരെ കൊണ്ട് അരുണിന്റെ ബോഡി മറവ് ചെയ്യിക്കുകയും ശേഷം ആനമല ബാങ്ക് കൊള്ളയടിക്കാനായി പറയുകയും അതിൽ ചെറിയൊരു വിഹിതം മാത്രം ഇവർക്ക് കൊടുത്തുകൊണ്ട് ഇവരെ ഒഴിവാക്കുകയും ബാക്കിയെല്ലാം ഇവർ 4 പേരും കൂടെ വിദ്യയും ചേർന്നുകൊണ്ട് പങ്കിട്ടെടുക്കാനുമാണ് തീരുമാനിക്കുന്നത്. കൂടാതെ അരുണിന്റെ ബോഡി ഇവരെ കൊണ്ട് കുഴിച്ചിടിക്കുകയും അതിന്റെ വീഡിയോ ഇവർ എടുത്തു വെച്ചിരിക്കുന്നതും കൊണ്ട് ഏതെങ്കിലും വിധേന ഈ 3 തമിഴന്മാരും തിരിച്ചു വരികയാണെങ്കിൽ അത് കാണിച്ചും ഇവരെ ഭീഷണിപ്പെടുത്താമെന്നും കേസ് ഒതുക്കാമെന്നും ഇവർ വിചാരിക്കുന്നു. എന്നാൽ പണം പങ്കിട്ടെടുക്കുന്ന സമയത്ത് ഇവർക്ക് കൊടുത്ത വിഹിതം കുറഞ്ഞു പോയി എന്നുള്ള പേരിൽ അവർ തർക്കമാവുകയും അരുണിനെ ഇവർ കൊന്നിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ട് തിരിച്ച് പോലീസുകാരെ ഇവർ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ മറ്റു മാർഗമില്ലാതെ പോലീസുകാർക്ക് ഇവരെ കൊല്ലേണ്ടി വരുന്നു. ഇതിൽ അരുൾ എന്ന വ്യക്തിയെ ജയിലിൽ വെച്ച് തന്നെ ഇവർ കൊന്നിട്ടുള്ളതാണ്. ബാക്കി ഇവിടെയുള്ള 3 പേരിൽ കുമാർ, അൻപ് എന്നീ 2 പേരെയാണ് ഇവർ ഇവിടെ വെച്ച് കൊല്ലുന്നത്. മണി എന്ന ക്യാരക്ടറിനെ ഇവർ കൊല്ലുന്നില്ല, പകരം അവിടെ ജനലിൽ കെട്ടിയിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അരുളിനെ ഓൾറെഡി തന്നെ ജയിലിൽ വെച്ച് തന്നെ കൊന്നു കുഴിച്ചിട്ട് കഴിഞ്ഞു, ശേഷം കൊള്ളയടിക്കുന്നു. പിന്നീട് ഉണ്ടാകുന്ന തർക്കത്തിൽ 2 പേരെ കൊല്ലുന്നു, കുമാർ, അൻപ് എന്നിവരെ കൊല്ലുന്നു. അതിൽ കുമാറിന്റെ ബോഡി മറ്റാർക്കും അറിയാത്ത രീതിയിൽ ഇവർ എവിടെയോ മറവ് ചെയ്യുന്നു. അൻപിന്റെ ബോഡി ഇവർ കല്ലുകെട്ടി ഡാമിലേക്ക് ഇടുന്നു. കല്ലുകെട്ടി ഇടുന്ന സമയത്ത് ആ ബോഡി പൊങ്ങി വരല് എന്നുള്ള രീതിയിലല്ല ഇവർ ആ കല്ല് കെട്ടിയിടുന്നത്. അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ കല്ല് എവിടെയെങ്കിലും തട്ടി നിൽക്കണം, ബോഡി പൊങ്ങിക്കിടക്കണം എന്നുള്ള രീതിയിൽ തന്നെ ബോഡിയിൽ കല്ല് കെട്ടാതെ ബോഡിയിൽ കെട്ടിയിട്ടുള്ള കയറിന്റെ അറ്റത്ത് അധികം വെയിറ്റ് ഇല്ലാത്ത ഒരു കല്ലാണ് ഇവർ കെട്ടിയിട്ടിരിക്കുന്നത്. കാരണം ഈ ബോഡി ഇവർക്ക് കണ്ടെത്തണം, എന്നാൽ ബോഡി വെള്ളത്തിൽ കിടന്ന് അഴുകിയ അവസ്ഥയിലുമായിരിക്കണം. അത് ആരാണെന്ന് തിരിച്ചറിയാൻ പാടില്ല. കൂടാതെ മണിയെ അവിടെ വെച്ച് കൊല്ലാത്തത് പിന്നീട് ഇയാളെ കൊല്ലുമ്പോൾ അയാളുടെ ബോഡി മുഖം വ്യക്തമാകുന്ന അവസ്ഥയിൽ തന്നെ പോലീസിനെ കിട്ടുകയും വേണം. അതുകൊണ്ടാണ് മറ്റുള്ളവരെ കൊല്ലുന്ന അതേ ദിവസം തന്നെ അയാളെ കൊല്ലാതെ മറ്റുള്ള 2 പേരുടെയും ബോഡി കിട്ടിയതിന് ശേഷം പിന്നീട് ഒരു ദിവസം ഇയാളെ കൊല്ലുകയും ആ വിവരം പെട്ടെന്ന് തന്നെ വിജയെ വിളിച്ചറിയിക്കുകയും വിജയ് അവിടേക്ക് എത്തുകയും അതിലൂടെ അയാളുടെ മുഖം വ്യക്തമാകുകയും അയാളെ തിരിച്ചറിയുകയും അയാളെ തിരിച്ചറിഞ്ഞതിലൂടെ ബാക്കി 3 പേരെയും തിരിച്ചറിയുകയും ബോഡി തിരിച്ചു കിട്ടാത്ത കുമാറിന്റെ തലയിലേക്ക് ഈ കേസുകളെല്ലാം കൊണ്ടിടുകയും ചെയ്യുന്നു. ഇതായിരുന്നു ഇവരുടെ പ്ലാൻ. ഇനി ഇതിലൊരു പ്രധാന ചോദ്യമുള്ളത്, കുമാറിന്റെ ബോഡി, ആ 4ാമത്തെ ബോഡി ഇവർ എവിടെയാണ് മറവ് ചെയ്തത്? അതിവർ പറയുന്നത് അത് പുറത്ത് വരാത്തതിലാണ് ഇവരുടെ സേഫ്റ്റി എന്നാണ്. അത് പുറത്ത് വരാത്തോടത്തോളം കാലം ഇവർ സേഫ് ആയിരിക്കും, അത് കുമാറിന്റെ തലയിൽ കെട്ടിവെക്കാമെന്നാണ്. വേണമെങ്കിൽ ദൃശ്യം സിനിമയുടെ ഡയലോഗ് എല്ലാം പറയുന്നത് വെച്ചുകൊണ്ട് ദൃശ്യത്തിലെ പോലെ ആ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടിന്റെ അടിയിൽ കുഴിച്ചിട്ടെന്നോ അല്ലെങ്കിൽ ഇവർ തല്ലുണ്ടാക്കിയ ആ സ്ഥലത്ത് തന്നെ കുഴിച്ചു മൂടിയെന്നോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്നിരുന്നാലും അത് പുറത്തറിയാത്തതാണ് ഇവരുടെ സേഫ്റ്റി എന്ന് ഇവർ പറയുന്നത് വെച്ചുകൊണ്ട് അങ്ങനെയുള്ള സ്ഥിതിക്ക് ആ ഒരു രഹസ്യം ഞാൻ പുറത്തു പറയുന്നത് മോശമായിരിക്കും. അത് നിഷ്കളങ്കരായിട്ടുള്ള ഈ പോലീസുകാരോട് ചെയ്യുന്ന ക്രൂരതയായിരിക്കും. അതുകൊണ്ട് തന്നെ ആ രഹസ്യം ഞാൻ പുറത്തുവിടുന്നില്ല. അത് രഹസ്യമായി തന്നെ നിലനിൽക്കട്ടെ, അവരോടൊപ്പം തന്നെ മണ്ണഴിയട്ടെ. എന്താണ് ഞാൻ ഈ പറഞ്ഞതും ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങളോടുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് തീർച്ചയായിട്ടും കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്തുക. ഈ സിനിമയിൽ നിന്നും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങളും തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.